നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സുകുമാർ അഴീക്കോടിന്റെ 14ാം ചരമവാർഷിക ദിനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷങ്ങളും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര NSLP സ്കൂൾ 100ാം വാർഷികാഘോഷങ്ങളുടെ സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. കുണ്ടുക്കാട് നിർമ്മല ഹൈസ്കൂൾ 57ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സുകുമാർ അഴീക്കോടിന്റെ 14ാം ചരമവാർഷിക ദിനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷുബ്ധമായിരുന്ന ഒരു കാലത്ത് അനീതിക്കെതിരെ പോരാടാനുള്ള കേരളത്തിന്റെ ഏറ്റവും ഉറച്ച ശബ്ദമായിരുന്നു അഴീക്കോട് മാഷിന്റേതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റവന്യൂ മന്ത്രി പറഞ്ഞു. ജീവിതാവസാനം വരെ എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ടു പോകാതെ എന്തും ത്യജിക്കാൻ മടി കാണിക്കാത്ത ജീവിതമായിരുന്നു മാഷിന്റേത്. സുകുമാർ അഴീക്കോടിന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ പുത്തൂർ എരവിമംഗലത്തെ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ അഴീക്കോട് മാഷിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അഴീക്കോട് മാഷിന്റെ വീട് കേരളം ശ്രദ്ധിക്കുന്ന നിലയിൽ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാനുള്ള സംഖ്യ വകയിരുത്തി സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ജന്മശതാബ്ദി വർഷത്തിൽ തന്നെ നിർമ്മാണം നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M പീതാംബരൻ മാസ്റ്റർ, MC തൈക്കാട്, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെയായിരുന്നു ഞങ്ങളെക്കാളുമൊക്കെ ഏതനീതിക്കുമെതിരായിട്ടുള്ള വർത്തമാനത്തിൽ ഒരു കുറവും വരുത്താത്ത വിധത്തിൽ ആ പ്രവർത്തനം അപങ്കുരം മുന്നോട്ട് പോയതിൻ്റെ അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തുകയും അവസാനം എത്തിച്ചേർന്നത് ഈ മുറ്റത്തേക്കാണ് എന്നുള്ളതും വളരെ വളരെ അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. അഴീക്കോട് മാഷിൻ്റെ ഓരോ ദിനത്തിലും മാഷെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഓർമ്മ പങ്കുവയ്ക്കുന്നതിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിപുലീകരിക്കുന്നതിൽ നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളുണ്ടായി എന്ന് കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും സാധാരണത്തേതുപോലെ ഒരു ആത്മപരിശോധന എല്ലാ ഘട്ടത്തിലും നടത്താറുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് വിധേയമാകുക കൂടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അത് വിധേയമാക്കാറുണ്ട്. സാധാരണ നിലയിൽ അഴീക്കോട് മാഷോട് ഏതെങ്കിലും വിധത്തിൽ പ്രതിപത്തിയില്ലായ്മയോ അഴീക്കോട് മാഷെ പോലെ ലോകം അംഗീകരിക്കുന്ന ലോകത്തിലെ മലയാളിയുടെ മുഴുവൻ മനസ്സിലും ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള മഹാനായിട്ടുള്ള എന്ന വാക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു. മഹാനായിട്ടുള്ള ഒരാളെ ഞാൻ ഒരാൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം മാഷെ ഏത് വിശേഷണങ്ങൾ കൊണ്ട് വിലയിരുത്തും എന്ന് മലയാളിക്ക് ഇപ്പോഴും പറയാനാവില്ല. മാഷ് ശക്തമായ പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, അധ്യാപകനായിരുന്നു. ഇതിനേക്കാളെല്ലാം ഉപരി മലയാളിക്ക് പറയാനിഷ്ടം കേരളത്തിൽ അനീതിക്കെതിരായി എപ്പോഴും ഉയർന്നിരുന്ന ഒരു തീനാമ്പായിരുന്നു അഴീക്കോട് മാഷ് എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ സ്മാരകം ഒന്ന് ഈ പറയുന്ന വിധത്തിലൊന്ന് മാറ്റിയെടുക്കണം എന്ന് ആലോചിച്ചത് ഇവിടെ MLA ആയി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു. വസതി ഒന്ന് പുതുക്കി നിശ്ചയിച്ചു. പക്ഷേ ഇതിനകത്തെ ഒരു തിയേറ്റർ കോംപ്ലക്സ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അന്ന് മനസ്സിലുണ്ടായിരുന്നതാണ്. ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് നേരത്തെയും പറഞ്ഞിട്ടുള്ളതുമായിരുന്നു. നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതി പ്രകാരം മാന്നാമംഗലം KN ഗോപാലൻ റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുകയാണ് പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മാന്നാമംഗലം KN ഗോപാലൻ റോഡ് ജംഗ്ഷനിൽ ലൈറ്റ് സ്ഥാപിക്കാൻ ഉപയോഗിച്ചത്. ലൈറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ CK തിലകൻ, റജി പുറ്റാനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചേട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖിൽ, മറ്റ് ശ്രീനിവാസ് ചേട്ടൻ, ഇവിടെയുള്ള മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, സഹോദരന്മാരെ ഇനി പ്രസംഗിക്കുന്നില്ല. വികാരിയച്ഛനും നമ്മുടെ കൗൺസിൽ സെക്രട്ടറി. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS വിനയൻ അധ്യക്ഷനായിരുന്നു.
പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് സുർജിത് ഗോപിനാഥ് വിശിഷ്ടാതിഥിയായി. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഗിരീശൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. സീനിയർ ടീച്ചർ ഷർമിള MC റിപ്പോർട്ട് അവതരണം നടത്തി. പാണഞ്ചേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനംപറമ്പിൽ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി നിജോ, വാർഡ് മെമ്പർ സന്ധ്യ ഷാജി, ചെന്നായ്പാറ ആശ്രമം ഡയറക്ടർ ഫാദർ ജോഷി കണ്ണമ്പുഴ, മുൻ വാർഡ് മെമ്പർ ബാബു തോമസ്, PTA പ്രസിഡന്റ് രാജേഷ് IG, MPTA പ്രസിഡന്റ് ലിൻഡ ബിനോയ്, SMC ചെയർമാൻ രജീഷ്, SDC ചെയർപേഴ്സൺ മുബീന നസീർ, SDC കൺവീനർ ഷിബു പോൾ, OSA പ്രസിഡന്റ് സിജു MJ, OSA സെക്രട്ടറി ബെന്നി തുറപ്പുറത്ത്, PTA വൈസ് പ്രസിഡന്റ് ജിന്നി, കായിക പരിശീലകൻ ജോയ് TT, കവിത ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ മംഗലം കളിയിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിച്ച ഗുരു സതീഷ് കപ്പള്ളിയെയും മന്ത്രി രാജൻ ആദരിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ്മിസ്റ്റേഴ്സ് രേഖ രവീന്ദ്രൻ, ബിന്ദു ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ശോഭ KS നന്ദി അറിയിച്ച് സംസാരിച്ചു. ഒരു പോലീസുകാരൻ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുന്നത് പോലെ, ഒരു പട്ടാളക്കാരൻ അതിൻ്റെ മേജറെ കാണുന്നത് പോലെ, ഒരു മന്ത്രിയാണെങ്കിലും ആ മംഗലം കളി 15 മിനിറ്റ് അവതരിപ്പിച്ച് നമുക്ക് A ഗ്രേഡ് നേടിത്തന്ന PG സ്കൂളിലെ ആ മക്കൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഞാൻ ആ മത്സരത്തിന് കാണാൻ വരുമ്പോൾ രേഖ ടീച്ചർ എന്നോട് ഓരോ സമയത്തും നല്ല തിരക്ക് പിടിച്ച നേരമാണ്. എൻ്റെ സാരഥിയായിട്ടുള്ള ജിനീഷിനെ വിളിച്ച് തുടങ്ങേണ്ട സമയം ഇത്രാമത്തെ ക്ലസ്റ്റർ ഒക്കെ പറയണ്ടായിരുന്നു. ഞാനിപ്പോൾ നമ്മുടെ DGയെ വിളിച്ചു, വിദ്യാഭ്യാസ ഡയറക്ടറെയും വിളിച്ചു, നമുക്കൊരു മംഗലം കളി കണ്ടു കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ DG എന്നോട് ചോദിച്ചു, സാറിന് ഈ മംഗലം കളിയിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പോയി കണ്ടു കളയാം. ആദ്യത്തെ കളി കഴിഞ്ഞപ്പോൾ DG എന്നോട് പറഞ്ഞു, ഉമേഷ് NSK IAS എൻ്റെ പഴയ എറണാകുളം കളക്ടറാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഒരു കളി കണ്ടല്ലോ, ഇനി നമുക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, കാണാൻ പോകുന്ന കളി ഇനി വരാനിരിക്കുന്നതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ കളിക്ക് എന്താ പ്രത്യേകത? ആ കളി ഞങ്ങളുടെ PG സ്കൂളിലെ മക്കൾ, മലയോര മേഖലയിലെ മക്കൾ അവതരിപ്പിക്കുന്ന കളിയാണ്. ഇവിടെ ഗിരീശ മാഷ് പറഞ്ഞതുപോലെ ആ കളി കഴിഞ്ഞതിൻ്റെ പുറകിൽ വന്നിട്ട് ഈ മക്കളെ അഭിനന്ദിച്ചപ്പോൾ നമ്മുടെ അനിറ്റയും അമയയും അതുപോലെ തന്നെ അയനയും 3 പേര് അവർ കുഴഞ്ഞു വീണപ്പം നമ്മുടെ മനസ്സിലുണ്ടായ ഒരു പ്രയാസം, എൻ്റെ മോള് തളർന്നു വീണ ഫീലാണ് എനിക്കുണ്ടായി. ഞാൻ അപ്പം തന്നെ DMOനെ വിളിച്ചു. നമ്മളെല്ലാവരും കൂടി ആശുപത്രിയിൽ പോയി. ആ മക്കളുടെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷം വരുന്നത് വരെ ഞാൻ ഉച്ചയ്ക്ക് അവരുടെ കൂട്ടത്തിലിരുന്നാണ് ഭക്ഷണവും കഴിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണപ്പരയിലിരുന്ന് അവർ വന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാനും ഭക്ഷണം കഴിച്ചത്. എന്തൊരു വികാരപരമായിട്ടുള്ള അനുഭവമായിരുന്നു. ജൂബിലി മിഷൻ ആശുപത്രി മുഖേന രോഗികൾക്ക് സൗജന്യ നിരക്കിലുള്ള കെയർ കാർഡ് നൽകുന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചു. മേയർ നേതൃത്വം നൽകുന്ന കൌൺസിൽ അംഗങ്ങൾ മുഖാന്തരം 75 വർഷം തികയുന്നതിന്റെ ഭാഗമായി ജൂബിലി മിഷൻ ആശുപത്രി സാമൂഹ്യ പ്രതിബദ്ധതയുടെയും കാരുണ്യപരമായ ആരോഗ്യ പരിചരണത്തിന്റെയും ജനക്ഷേമ പദ്ധതിയായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും വാർഡിൽ കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്കും ചികിത്സാ ചിലവിൽ 30% വരെ ഇളവ് ലഭിക്കുന്ന ജൂബിലി മിഷന്റെ കെയർ കാർഡ് ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്തിന്റെയും സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിലിന്റെയും സാന്നിധ്യത്തിൽ ജൂബിലി മിഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ മേയർ നിജി ജസ്റ്റിന് കൈമാറി. ആനുകൂല്യം ലഭിക്കുന്നതിന് അഡ്മിറ്റായി 24 മണിക്കൂറിനുള്ളിൽ കെയർ കാർഡ് ആശുപത്രിയിൽ നൽകണമെന്ന് അറിയിപ്പുണ്ട്. മാടക്കത്ര NSLP സ്കൂൾ 100ാം വാർഷികാഘോഷങ്ങളുടെ സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. NK രാമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, AM അശോകൻ, മിനി സുരേഷ്, സതി അജയൻ എന്നിവരും KKS കുട്ടി, രവീന്ദ്രൻ പനയത്ത്, രമേശ് ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാനായി NK രാമനെയും കൺവീനറായി PR സുരേഷ് ബാബുവിനെയും തെരഞ്ഞെടുത്തു. പ്രധാന അധ്യാപിക ബീന ജോസ് മേനാച്ചേരി സ്വാഗതവും അധ്യാപികയായ സിജി നന്ദിയും അറിയിച്ചു. കുണ്ടുക്കാട് നിർമ്മല ഹൈസ്കൂൾ 57ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും അനുമോദനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV ഹസനാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപിക CD റീത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ബാബു ജോസഫ്, വിരമിച്ച അധ്യാപകരായ KG തോമസ്, ബീന സെബാസ്റ്റ്യൻ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ സുനിമോൾ ജോജു, PTA പ്രസിഡന്റ് NV ജോബിൻ, PS മുഹമ്മദ് അഫ്ലാസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജിഷ ലാൽ സ്വാഗതവും ജെയ്സൺ മാത്യു നന്ദിയും അറിയിച്ചു. എല്ലാ സ്ഥലത്തും നമ്മുടെ
ജില്ലയിൽ പ്രത്യേകിച്ച് ഒരുപാട് ആഘോഷത്തോട് കൂടിയിട്ട് പാരൻസ് എല്ലാവരും വന്നിട്ട് കുട്ടികളുടെ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് നടത്തുന്നത്. ഏകദേശം ഈ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ മറ്റ് പ്രവൃത്തികൾക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പ്രവൃത്തി ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇതുപോലത്തെ പരിപാടികളിലൊക്കെ കൂടുതലായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. ആനുവൽ ഡേയ്സിലൊക്കെ അത് തന്നെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൂടുതലായിട്ടും പാരൻസാണ് ഇവിടെ ഇരിക്കുന്നത്. കുട്ടികളെല്ലാം ഓരോ പരിപാടികളുടെ ഒരുക്കങ്ങളിലാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എല്ലാ കുട്ടികളും ഓരോ ആക്ടിവിറ്റീസായിട്ട് ഇൻവോൾവ് ആണ്. മറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, മറ്റ് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഇൻവോൾവ് ആണ്. ഇതുപോലത്തെ പ്രവൃത്തികൾ കൂടുതലായിട്ട് നമുക്ക് വേണ്ടതാണ്. പിന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴത്തേക്ക് മനസ്സിലായതുകൊണ്ട് സ്പോർട്സ് ആയാലും മറ്റ് ആർട്സ് ആയാലും മറ്റ് ഏത് ഡേയ്സിൻ്റെ സെലിബ്രേഷൻ ആയാലും നല്ല രീതിക്കുള്ള ആക്ടിവിറ്റീസ് സ്കൂൾസിൽ നടക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇത് അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മുന്നേ സംസാരിച്ച എല്ലാവരും ഹെഡ്മിസ്ട്രസും സ്വാഗതം പ്രസംഗം പറഞ്ഞ ടീച്ചറും മുല്ലക്കര ഡോൺ ബോസ്കോ സ്കൂളുകളുടെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ സംഗമവും ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണർ റോയ് വി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷാൽബിൻ കാളഞ്ചേരി അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ജി സീന, എം രൂപകല, NK സെബാസ്റ്റ്യൻ, ബിന്ദു ജോൺ, വിമല എസ് മേനോൻ എന്നിവർക്കും അനധ്യാപിക KK ഷീലയ്ക്കും യാത്രയയപ്പ് നൽകി. ഡോൺ ബോസ്കോ റെക്ടർ ഫാദർ ജോയ്സ് താണിക്കുഴിയിൽ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വിപിൻ എളമ്പശ്ശേരിൽ, PTA പ്രസിഡന്റ് ഡോക്ടർ ആന്റോ ചിറമൽ, ജെയ്സൺ ചെറിയത്ത്, കൗൺസിലർ അനീഷ് അഹമ്മദ്, പ്രധാന അധ്യാപിക MS മേരി ബെന്നറ്റ്, ജനറൽ കൺവീനർ OJ ലെറ്റിഷ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. Schools to greater heights. As it is in the field of assessment, investigation, administration, etc. He worked as the Regional Director of Income Tax, Chennai, for 2 years. നിങ്ങളോട് പറയാനുള്ളത് 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, തിരുത്തലുകളും 2-year journey. Today we celebrate her unwavering dedication, passion and love for teaching EVS and Malayalam. Let us give a loud applause the crowd for the enduring tribute and service that they have rendered to Don Bosco Schools.
തുഞ്ചത്തായി ഊഞ്ഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ചിന്നാരീച്ചവർ ചിന്നമലക്കെയ്ത് തിത്തിത്തെ കരുണയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും വന സിതുപാരി ചെയ്ത് തിത്തിത്തെ നലമുട് പലവ കിന്നരമഴകൾ നന്ദിനും കിഴപ്പലതരമേ തിത്തി തത തിത്തി തത തിത്തി തത തിത്തിത്തെ ഉടമ്പിൽ നിന്നുയിരെടുത്ത കാശേ ഉയരവനിരിപ്പിടം പുകയെ ചെയ്ത് തിത്തിത്തെ വച്ചേതനമിത് മക്കളും മനിതരം മരുള് വഴിക്ക് നടപ്പവരെ തിത്തി തത തിത്തി തത തിത്തി തത തിത്തിത്തെ മന്മിനി ഒഴിയ പെരയും നിർവൃത്തിടുമോട് തേടി പുലരാമി തിത്തി തത തിത്തി തത തിത്തി തത തിത്തിത്തെ തിത്ത തകത തികിത താം തികിത തകത തികിത താങ്ങുർ തിത്ത താങ്ങുർ തിന്ത താ തിത്ത തത്ത തിത്താത് മൃതത്തെ. അന്നൊരു നാളി പതിര കോഴി കൂവിയ നേരത്തെ ആകാശം നിറഞ്ഞു നിന്നൊരു തരം കണ്ടെത്തി. പതിര കോഴി കൂവി മെല്ലെ പതിര പൂങ്കാറ്റേ തൊഴുത്തിൽ പിറന്നു മണ്ണിൻ രക്ഷകനീശോ. അന്നൊരു നാളി പതിര കോഴി കൂവിയ നേരത്തെ ആകാശം നിറഞ്ഞു നിന്നൊരു തരം കണ്ടെത്തി. പതിര കോഴി കൂവി മെല്ലെ പതിര പൂങ്കാറ്റേ തൊഴുത്തിൽ പിറന്നു മണ്ണിൻ രക്ഷകനീശോ. തത്തരത്തും തോം തത്തരത്തും തോം താം തയ്യ തക തക തരികിട എല്ലാം പറന്നു പോയി തുഞ്ചപ്പാരം തന്നിൽ വീണെ കൊത്തിയിട്ടും പെറുക്കിട്ടും തിന്നും അതിലൊരു തവിട്ടുകൊക്കെ വെള്ളക്കൊക്കെ അതിനോടായി നമുക്കിപ്പോ പോകണം വലിയൊരു മരത്തിന്മേലാ. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ
ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. CSI കൊച്ചിൻ മഹാ ഇടവക യുവജന കലാമേള ജനുവരി 26 രാവിലെ 8:30 മുതൽ മണ്ണുത്തി CSI സെന്റ് തോമസ് ചർച്ചിൽ നടക്കും. തൃശൂർ, എറണാകുളം, പാലക്കാട്, മൂന്നാർ എന്നീ ജില്ലകളിലെ യുവജനങ്ങൾ മത്സരിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കുര്യൻ പീറ്റർ തിരുമേനി പങ്കെടുക്കും. പട്ടിക്കാട് ഫൊറോന പള്ളി തിരുനാൾ പള്ളിയിലെ വൈദ്യുതദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ 23 മുതൽ 26 വരെ തീയതികളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച ദിവ്യബലിക്കു ശേഷം ദീപാലങ്കാരം റവന്യൂ മന്ത്രി കെ രാജൻ സ്വിച്ച് ഓൺ ചെയ്തു. തുടർന്ന് ഗാനമേള നടന്നു. ഇന്ന് വൈകിട്ട് രൂപമെഴുന്നള്ളിപ്പ് 8 മണി മുതൽ 10 മണി വരെ അമ്പ് പ്രദക്ഷിണ സമാപനവും നടക്കും. നാളെ രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും വൈകിട്ട് 5 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് 7:30 തിരുമുറ്റമേളവും ഉണ്ടായിരിക്കും. വികാരി ഫാദർ തോമസ് വടക്കൂട്ട്, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളാണ് നേതൃത്വം നൽകുന്നത്. ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച എല്ലാ വർഷവും നമ്മുടെ തിരുനാളിന്റെ ദിനമായിട്ട് മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികളെല്ലാം ധാരാളമായി നടക്കുന്ന ഒരു ഫൊറോന ചർച്ചാണിത്. അച്ഛൻ പറയായിരുന്നു, ആദ്യത്തെ തവണ ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും ആഘോഷപൂർവ്വമായി കൂടിയ തിരുനാൾ ഇവിടുത്തെ തിരുനാളാണെന്നുള്ളത് കൊണ്ട് അന്ന് മുതലുള്ള ദീർഘമായിട്ടുള്ള സ്മരണകൾ ഈ തിരുനാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തിരുനാളുകൾ മതനിരപേക്ഷതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും അടയാള വാക്കുകളാക്കണം, അത് ജീവകാരുണ്യത്തിൻ്റെ കൂടി വഴിയാക്കണം എന്ന് പാപ്പ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കാൻ ക്രിസ്തീയ സഭയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ പട്ടിക്കാട് ഫൊറോന പള്ളിക്കും ആകുന്നുണ്ട്. അച്ഛനും മറ്റു വികാരിയച്ഛന്മാർക്കും നമ്മുടെ കൈക്കാരന്മാർക്കും ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർമാർക്കും ഒക്കെ നേതൃത്വം നടത്തി എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1 ഗ്രാം സ്വർണ്ണവില 135 രൂപ ഉയർന്ന് 14,540 രൂപയിലെത്തി. പവന്റെ വില 1080 രൂപ ഉയർന്ന് 1,16,320 രൂപയിലെത്തി. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. രാവിലെ റെക്കോർഡ് വിലയിൽ എത്തിയതിനു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വില ഇടിഞ്ഞു. ആഗോള രാഷ്ട്രീയ രംഗത്തെ അനിശ്ചിതത്വങ്ങളാണ് സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ITI, NSS യൂണിറ്റ്, ലയൺസ് ക്ലബ് മണ്ണുത്തി അഗ്രിസിറ്റി, ഇസാഫ് ഹെൽത്ത് കെയർ സർവീസസ് എന്നിവയും സംയുക്തമായി സ്പർശം 2026 സൗജന്യ ഹെൽത്ത് സ്ക്രീനിംഗ് പ്രോഗ്രാം വിക്ടറി KGCE ക്യാമ്പസിൽ നടത്തി. വിക്ടറി ITI MD പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു. തൈറോയിഡ് ടെസ്റ്റ്, പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദ പരിശോധന, BP പരിശോധന, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നീ സേവനങ്ങൾ ഇസാഫ് ഹെൽത്ത് കെയർ സർവീസസും നേത്ര പരിശോധന ഒല്ലൂർ ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റലും നടത്തി. ജെറി ജോസ്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ഇസാഫ്, ഡോക്ടർ ഫാസിൽ അഹമ്മദ്, ജനറൽ മെഡിസിൻ ഇസാഫ്, പ്രിൻസിപ്പാൾ ചിത്രാംഗതൻ PV, വൈസ് പ്രിൻസിപ്പൽ A സജീവൻ, അഡ്മിനിസ്ട്രേറ്റർ സുന്ദരരാജൻ KG,
പ്രോഗ്രാം ഓഫീസർ ആതിര TC, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രുതിരാജ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, പരിശോധനയ്ക്കെത്തിയ പൊതുജനങ്ങൾ, NSS വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു. കെയർ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും വിക്ടറി ITI ഒല്ലൂക്കരയെ തെരഞ്ഞെടുത്തതിലുള്ള സന്തോഷവും നന്ദിയും കടപ്പാടും അതേപോലെ തന്നെ NSS വോളണ്ടിയേഴ്സിന്റെ ടീം ഒരു സപ്പോർട്ടും കൂടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്തായാലും സമൂഹത്തിലുള്ള ഒരു വലിയൊരു സപ്പോർട്ടാണ് ഇസാഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റിയുടെ ഒരു ലീഡർഷിപ്പിലാണ് നടപ്പിലാവുന്നത്. എല്ലാ ആൾക്കാർക്കും ഇതിൽ പ്രത്യേകം ഒരു നന്ദിയും അതേപോലെ തന്നെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഇത് ഉപയോഗപ്രദമാവട്ടെ എന്ന് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. തിരുവാണിക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം ഭക്തിസാന്ദ്രം. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം ആസ്വദിക്കാൻ ക്ഷേത്രാങ്കണവും പരിസരവും ജനനിബിഡമായിരുന്നു. മാമാങ്ക അലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ കർമ്മവും നടന്നു. മറ്റൊരിടവേള കൂടി. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ.
ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് ഒരു ജീവൻ. റെയിൽവേ ട്രാക്കിൽ മരണം കാത്തുകിടന്ന മധ്യവയസ്കനെ ജീവിതത്തിലേക്ക് വലിച്ചുകയറ്റി തൃശൂർ റൂറൽ പോലീസ്. മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിൽ പകച്ചുനിന്ന 58-കാരന് ആളൂർ പോലീസ് രക്ഷകരായി. വെള്ളാഞ്ചിറ കാൽവരിക്കുന്ന് ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യയ്ക്കായി തലവച്ചു കിടന്ന ഉറുമ്പൻകുന്ന് സ്വദേശിയായ മധ്യവയസ്കനെ പോലീസ് സമയോചിതമായി ഇടപെട്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. CCV മുൻ മാനേജിംഗ് ഡയറക്ടർ റിൻസൺ ചേലക്കരയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ചേലക്കരയിൽ വിപുലമായ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ കേബിൾ TV രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CCVയുടെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്കിനെക്കുറിച്ച് അനുസ്മരിച്ചു. മേഖലാ സെക്രട്ടറി മനോജ് KV സ്വാഗതം ആശംസിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചെങ്കുന്നത്ത്, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, വാൻ ഹെഡൻ മാനേജിംഗ് ഡയറക്ടർ ജോസി ജി, വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വിജയൻ, മണ്ണുത്തി മേഖലാ അംഗം ആന്റോവി മാത്യു, ചെറുതുരുത്തി ഹെഡും MDയുമായ മനോജ് കേച്ചേരി, മേഖലാ സെക്രട്ടറി റെജി AR, വടക്കാഞ്ചേരി മേഖലാ അംഗം ബക്കർ, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മഞ്ജേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുകുമാർ അഴീക്കോടിന്റെ 14ാം ചരമവാർഷിക ദിനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷങ്ങളും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര NSLP സ്കൂൾ 100ാം വാർഷികാഘോഷങ്ങളുടെ സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. കുണ്ടുക്കാട് നിർമ്മല ഹൈസ്കൂൾ 57ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.